എന്താ അർജുൻ, എല്ലാ വലിയ ബിസിനസ്സുകാരും കൃത്യസമയത്തെത്തി. പക്ഷെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നീ ഇത്രയും വൈകിയാണല്ലോ വന്നത്. നീ 1 രൂപ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്തവനാണെന്ന കാര്യം മനസ്സിലാക്കാം. പക്ഷേ മുതിർന്നവരെ ബഹുമാനിക്കാൻ പോലും നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ എന്താ പ്രയാഗ? നിന്റെ പിച്ചക്കാരൻ ഭർത്താവ് ഇന്നെങ്കിലും നല്ല വസ്ത്രം ധരിച്ചു വരുവോ? അതോ കാലി വയറോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വലിഞ്ഞു കയറി വരുന്ന ഒരു ദരിദ്രവാസിയെ പോലെയാണോ വരിക? ആ ചടങ്ങ് തുടങ്ങാൻ എല്ലാവരും കാത്തിരിക്കുമ്പോഴായിരുന്നു ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രയാഗയെ അപമാനിച്ചത്. അത് കേട്ടതും അവൾക്ക് ദേഷ്യം. സൂക്ഷിച്ച് സംസാരിക്കണം ഗൗതം. എന്റെ ഭർത്താവ് പഴയ വസ്ത്രം ധരിച്ചാണ് വരുന്നതെങ്കിലും അതവന്റെ സ്വന്തം കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയത്, അല്ലാതെ ബിസിനസ് ഹെഡായ വല്യച്ഛനെ കുപ്പിയിലാക്കിയോ സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് മോഷ്ടിച്ചിട്ടോ അല്ല. പ്രയാഗയുടെ വാക്കുകൾ കേട്ടതും ഗൗതമിന് ദേഷ്യം വന്നു. അയാൾ അവൾക്ക് ഉത്തരം നൽകാൻ തുടങ്ങുമ്പോഴേക്കും കുടുംബനാഥനും ശ്രാവണ ഗ്രൂപ്പിന്റെ MD-യുമായ മൈത്രേയൻ തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ രേണുകയുമായി അവിടെ എത്തി. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി മൈത്രേയൻ അവിടുത്തെ ഏറ്റവും ശക്തനായ ബിസിനസ്സുകാരനാണ്.